നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള വിതുരാഗമ രാജ്യ ലഭ്യപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് പറയുന്നത് വ്യാസഭഗവാൻ ഗണപതി ഭഗവാനെ കൊണ്ട് എഴുതിച്ചു എന്ന് കരുതുന്ന വ്യാസഭാരതത്തിൻ്റെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് എഴുതിയ 1,25,000 ശ്ലോകങ്ങളെ പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ ഈ പുസ്തകങ്ങൾ 6 വാല്യങ്ങളായിട്ട് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി അതേ ക്രമത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴേ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വിശദമായിട്ട് തന്നെയാണ് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വളരെ കുറച്ച് പേജുകളാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നാളുകൾ ഇതിനു വേണ്ടിയിട്ട് വേണ്ടിവരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കഥ പറയുന്ന സമയത്ത് കഥ കേൾക്കുന്ന ആൾ എന്തെങ്കിലും ഒരു ഭാഗം ഏറ്റുപിടിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു വാക്കായിരിക്കും, ഒരാളുടെ പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായിരിക്കും. അതിനെ പിടിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ കഥ പറയുന്ന ആൾ അതിനെ വിപുലീകരിക്കും. അങ്ങനെയാണ് കഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാണ്ഡവരുടെയും കൗരവരുടെയും കഥയായിട്ടാണ് മഹാഭാരതം അറിയപ്പെടുന്നതെങ്കിലും ഒരുപാട് ഉപകഥകൾ ഇതിനിടയിലേക്ക് കയറി വരുന്നുണ്ട്. ഈ ഇവരുമായിട്ട് കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പല ആൾക്കാരുടെയും കഥകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഉപകഥകളാൽ സമ്പുഷ്ടമാണെന്ന് പറയാം ഈ മഹാഭാരതം കഥ. അപ്പം അത് പലപ്പോഴും പല സമയങ്ങളിൽ സങ്കീർണമായിട്ട് പലപ്പോഴും ആൾക്കാർക്ക് തോന്നാറുണ്ട്. ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തുമൊക്കെ അത് തന്നെയാണ് ഈ മഹാഭാരതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. 5ാമത്തെ വേദം എന്ന് അറിയപ്പെടുന്ന ഈ മഹാഭാരതം കഥ അത് കേൾക്കുന്നത് പുണ്യം ആണെന്നാണ് അത് എഴുതിയ ആൾ തന്നെയായിട്ടുള്ള വ്യാസഭഗവാൻ പറയുന്നത്. ബാക്കി ഏത് പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പുണ്യം പോലെ തന്നെ ഇത് നമ്മളുടെ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കി പുണ്യത്തിലേക്ക്, പൂർണ്ണമായിട്ടുള്ള പുണ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കഥാശ്രവണം നമ്മളെ സഹായിക്കും എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ മിക്കതും നമുക്കറിയാവുന്നതാണ്. മഹാഭാരതത്തിലെ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കഥകൾ തന്നെയാണ്. അതായത് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള പാണ്ഡവർ പാഞ്ചാല രാജ്യത്ത് നിന്ന് പാഞ്ചാലിയെ വിവാഹം കഴിക്കുന്നു. ആ വിവരം ഹസ്തിനാപുരത്ത് അറിയുന്നു. ഹസ്തിനാപുരത്തു നിന്നും അവരെ ക്ഷണിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ക്ഷണിച്ചുകൊണ്ട് വന്ന് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം രാജ്യം വിതുരരുടെയും അതോടൊപ്പം തന്നെ ദ്രോണർ, ഭീഷ്മാചാര്യർ, ഇങ്ങനെ കുരുവംശത്തിലെ ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം മാനിച്ച് തനിക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും ധൃതരാഷ്ട്രരെ ഇവരെ ധിക്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് പകുതി രാജ്യം കൊടുക്കുന്നുണ്ട്. അവർക്ക് തലസ്ഥാനമായിട്ട് കൊടുക്കുന്ന ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുന്ന സ്ഥലമാണ്. ഖാണ്ഡവപ്രസ്ഥം ഒരു കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് വ്യാസഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടും കൃഷ്ണഭഗവാന്റെ അനുഗ്രഹത്തോടും കൂടിയിട്ടും അവരവിടെ വലിയൊരു പട്ടണം നിർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രപ്രസ്ഥം എന്ന് ആ പട്ടണം അറിയപ്പെട്ടു പിന്നീട്. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അവർക്ക് അവിടെ വന്നു. വലിയ വലിയ കോട്ട കൊത്തളങ്ങൾ എല്ലാം അവിടെ അവർ നിർമ്മിച്ചത് തന്നെയാണ്. കോട്ടകളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കിടങ്ങുകളും കാവൽക്കാരും മനോഹരങ്ങളായിട്ടുള്ള വീടുകളും ഈ രാജകുമാരന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വലിയ വലിയ കൊട്ടാരങ്ങളും രാജസദസ്സിന് വേണ്ടിയിട്ടുള്ള കൊട്ടാരങ്ങളും അതോടൊപ്പം തന്നെ അന്തഃപുരങ്ങളും വ്യാപാര ഗ്രഹങ്ങളും കൃഷിയിടങ്ങളും എല്ലാമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇന്ദ്രലോകം പോലെ തന്നെ ആ ഇന്ദ്രപ്രസ്ഥം ആ സമയത്ത് വിളങ്ങിയിരുന്നു എന്നാണ്. ഇവരെ ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ പാണ്ഡവരവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് നാരദ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ധർമ്മപത്നിയായിട്ടുള്ള പാഞ്ചാലിയോടൊപ്പം സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയല്ലേ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പാഞ്ചാലി ഇദ്ദേഹത്തിനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അനുഗ്രഹം വാങ്ങിച്ചു കഴിയുമ്പോൾ പാഞ്ചാലിയോട് നാരദ മഹർഷി പറയുന്നുണ്ട്, നീ അന്തഃപുരത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഒരു കഥ അദ്ദേഹം പറയുകയാണ്. പണ്ട് സുന്ദോപസുന്ദരന്മാരെന്ന് പറയുന്ന വലിയ പ്രതാപശാലികളായിട്ടുള്ള 2 അസുരന്മാരുണ്ടായിരുന്നു. ആ അസുരന്മാരെ തിലോത്തമ എന്ന് പറയുന്ന ഒരു സ്ത്രീ കാരണം അവർ പരസ്പരം വെട്ടിമരിച്ചു എന്നാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ
യുധിഷ്ഠിരന് ഭയങ്കര സംശയമായി. ആ കേട്ടതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് അറിയണം. ആരായിരുന്നു സുന്ദോപസുന്ദന്മാര്, തിലോത്തമയുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ്, എന്താണ് അവിടെ സംഭവിച്ചത്, അങ്ങതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് നാരദ മഹർഷിയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നാരദ മഹർഷി ആ കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പം ഹിരണ്യകശുവിൻ്റെ മകനായിട്ട് നികുംഭൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു അസുര രാജാവുണ്ടായിരുന്നു. ഈ അസുര രാജാവിന് 2 പുത്രന്മാരുണ്ടായി, ഇരട്ടകളാണ്, സുന്ദനും ഉപസുന്ദനും എന്നും പറഞ്ഞുകൊണ്ട്. രണ്ടുപേരും ക്രൂരാത്മാക്കളായിരുന്നു ശരിക്കും. അപ്പൊ ഇവര് ജനനം മുതലേ തന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള പൊരുത്തത്തിലായിരുന്നു, ഭയങ്കര സ്നേഹബന്ധത്തിലായിരുന്നു. എന്ത് കാര്യം ആഹാരം കിട്ടിയാൽ പങ്കുവെച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് ഉറങ്ങി അങ്ങനെ ഒരേ രീതിയിൽ തന്നെയുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മനസ്സും 2 ശരീരവുമായിട്ടാണ് ഈ സുന്ദോപസുന്ദന്മാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ലോകങ്ങളെയും കീഴടക്കുക എന്നുള്ളതായിരുന്നു ഈ ക്രൂരന്മാരായിട്ടുള്ള അസുരന്മാരുടെ ആഗ്രഹം. അങ്ങനെ അവരെ ഘോര തപസ് ആരംഭിച്ചു. ഘോര തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യാചലത്തിൽ ചെന്നിട്ടാണ്, വിന്ധ്യപർവ്വതത്തിൽ ചെന്നിട്ടാണ് തപസ് ആരംഭിച്ചത്. തപസ് അവിടെ നിന്നുകൊണ്ട് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവര് അഗ്നിമധ്യത്തിൽ നിന്നിട്ട് തപസ് ചെയ്തു. കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് തൻ്റെ ശരീരഭാഗങ്ങളൊക്കെ മുറിച്ച് ഹോമകുണ്ഡത്തിലിട്ട് ഹോമിച്ച് അങ്ങനെ അതിഘോരമായിട്ടുള്ള തപസ്സായിരുന്നു. ഘോരമായിട്ടുള്ള തപസ് കാരണം ഭൂമിയിൽ അങ്ങോട്ട് ചൂട് കൂടി വിന്ധ്യാപർവ്വതത്തിൽ നിന്നിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുകകളൊക്കെ ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ്. ഇവർ ഈ തപസ്സിന്റെ ചൂട് സഹിക്കാൻ വയ്യാതെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവകൾക്ക് പാകപ്പാടെ പരിഭ്രമമായി. അവരിതെങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അനേകം വിലപിടിച്ച രത്നങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. അതോടൊപ്പം തന്നെ അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ ഇവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ സുന്ദോപസുന്ദന്മാര് അതിലേക്കൊന്നും മനസ്സ് കൊടുക്കാതെ പൂർണ്ണമായിട്ടുള്ള ഏകാഗ്രതയോട് കൂടിയിട്ട് അവരുടെ തപസ് തുടർന്നു എന്നാണ്. അപ്പൊ ഈ തപസ് എങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദേവതകൾ ചെയ്തത് ഇവരുടെ അന്തഃപുരത്തിലുള്ള സ്ത്രീകളെ അമ്മയും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിലെ ഒരു ക്രൂരനായിട്ടുള്ള രാക്ഷസൻ ശൂലത്തിൽ കോർത്തു കാണിച്ചു. അപ്പൊ ഈ ശൂലത്തിൽ കോർത്ത് കാണിക്കുന്ന കണ്ടിട്ടും ഇവര് സ്വന്തം അമ്മയെ ഒരു രാക്ഷസം വന്ന് കൊല്ലുന്ന കണ്ടിട്ടും ഈ അസുരന്മാരുടെ മനസ്സിളകിയില്ല. കോപമോ സങ്കടമോ ഒന്നും കൂടാതെ അവർ തപസ് തുടർന്നു. അപ്പൊ ഇത് ദേവന്മാർ കാണിച്ചൊരു മായക്കാഴ്ചയായിരുന്നു. ഇവർക്ക് ഇളക്കമില്ലാതായി കഴിഞ്ഞപ്പോൾ ആ മായക്കാഴ്ചകളൊക്കെ അപ്രത്യക്ഷമായി. അങ്ങനെ ബ്രഹ്മാവ് ഇവരിൽ പ്രീതനായിട്ട് ബ്രഹ്മാവ് ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ സുന്ദോപസുന്ദന്മാര് ഒരേ സ്വരത്തിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ആൾക്കാരായിട്ട് മാറണം, എല്ലാ അസ്ത്രവിദ്യകളും ഞങ്ങൾക്ക് ഉണ്ടാവണം, എല്ലാ മായാവിദ്യകളും ഞങ്ങൾക്ക് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ഏത് രൂപം ധരിക്കാനും ഞങ്ങൾക്ക് സാധിക്കണം, ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിവുള്ള ആരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതിനോടൊപ്പം തന്നെ ഞങ്ങളെ ഒരു കാരണവശാലും മരണം ഉണ്ടാവാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ബ്രഹ്മഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം, പക്ഷെ അമരത്വം എന്ന് പറയുന്ന കാര്യം, മരണമില്ലാഴിക ഒരിക്കലും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ആര് തപസ് ചെയ്താലും മരണത്തെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരം നിങ്ങളുടെ മരണം എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ആ രീതിയിൽ നിങ്ങൾക്ക് മരിക്കാം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുന്ദോപസുന്ദരന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പരസ്പരം പോരടിച്ച് ഞങ്ങൾ പരസ്പരം കൊല്ലുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മരണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നുള്ള ഒരു വരമാണ് ചോദിച്ചത്. അപ്പം ബ്രഹ്മാവ് അത് കൊടുത്തു. അങ്ങനെ ലോകം മുഴുവൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുമായിട്ടാണ് അവര് അസുരലോകത്തേക്ക് വന്നത്. അസുരന്മാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിട്ട് അവര് അവിടെ ആർത്തുല്ലസിച്ചു കുറെ നാൾ കഴിഞ്ഞു. അതിനുശേഷം 3 ലോകങ്ങളും പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അവരിറങ്ങി തിരിച്ചെന്നാണ്. ആദ്യം അവർ പോയത് ദേവലോകത്തേക്കാണ്. ദേവലോകത്തേക്ക് ഇവർ വരുന്നത് അറിഞ്ഞത് തന്നെ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടുന്ന് പലായനം ചെയ്ത് സത്യലോകത്തേക്ക് പോയി. കാരണം ഈ മരണമില്ലാത്തവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ നിരുപാധികം കീഴടങ്ങി കൊടുത്തു. അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ സ്വർഗം അവർ കീഴടക്കിയതിന് ശേഷം ധാരാളം യക്ഷന്മാരുണ്ടായിരുന്നു. ആ യക്ഷന്മാരെയൊക്കെ കൊന്നൊടുക്കിയെന്നാണ്. ഇവരെ എതിർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച യക്ഷന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കി. അതിനുശേഷം ഭൂമിയുടെ അന്തർഭാഗത്തുള്ള നാഗലോകത്തേക്ക് എന്നിട്ട് നാഗലോകവും കീഴടക്കി. സമുദ്രത്തിൽ താമസിക്കുന്ന മ്ലേച്ഛന്മാരായിട്ടുള്ള പോരാളികളുണ്ടായിരുന്നു, അവരെയും കീഴടക്കി. പിന്നെ ഭൂമിയിലേക്ക് വന്നിട്ട് ഭൂമിയെ മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവർ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഭൂമിയിലെ മനുഷ്യരുടെ ശക്തി, അവരുടെ ദേവകളിൽ നിട്ടുന്ന അനുഗ്രഹമാണ് ശക്തി. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ വലിയൊരു പ്രഖ്യാപനം നടത്തി.
ഇനി മേലിൽ ആരും യജ്ഞങ്ങളോ ഹോമങ്ങളോ യാഗങ്ങളോ നടത്താൻ പാടില്ല, അത് ചെയ്യുന്നവരെയും ചെയ്യിക്കുന്നവരെയും ഒക്കെ കൊല്ലും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി. അങ്ങനെ അവർ അതിനു വേണ്ടിയിട്ട് ഭടന്മാരുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. യജ്ഞങ്ങൾ നടത്തുന്ന ബ്രാഹ്മണരെ തെരഞ്ഞുപിടിച്ച് അവരെ എല്ലാവരെയും കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. യജ്ഞങ്ങളെല്ലാം മുടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, യാഗങ്ങളെല്ലാം മുടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, യജ്ഞങ്ങൾ നടത്തുന്ന രാജാക്കന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ മഹാമുനികളുണ്ടായിരുന്നു. മഹാമുനികളൊക്കെ ഇവരെ ശപിച്ചെങ്കിലും ഈ വരബലമുള്ളത് കാരണം അസ്ത്രം ചെന്ന് പാറയിൽ കൊണ്ട് തട്ടി മടങ്ങുന്നത് പോലെ ഇവർക്ക് ആരുടെ അടുത്തും ശാപവും ഏറ്റില്ല. അങ്ങനെ ഇവര് മനുഷ്യലോകം മുഴുവനും കീഴടക്കി. അങ്ങനെ കുരുക്ഷേത്രത്തിലെ തലസ്ഥാനമായിട്ട് അവിടെ വാഴാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ വാഴാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേ നന്മ മുഴുവനും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. തിന്മയുടെ ഒരു വിളയാട്ടമാണ് പിന്നെ നടന്നത്. യജ്ഞങ്ങളൊന്നും നടക്കാതായി. എല്ലാ യജ്ഞങ്ങളും മുടങ്ങി, ഹോമങ്ങളെല്ലാം മുടങ്ങി, പിതൃതർപ്പണങ്ങളെല്ലാം മുടങ്ങി. ആർക്കും ഇതൊന്നും ചെയ്യാൻ ധൈര്യമില്ലാത്ത അവസ്ഥയായി. ഭൂമിയുടെ അവസ്ഥ ഭീകരാവസ്ഥയായിട്ട് മാറി. ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായിട്ട് മാറി. ഇവരെ എതിർക്കാൻ ആർക്കും ധൈര്യവുമില്ല. അങ്ങനെ ഇവരെ മതോന്മത്തരായിട്ട് ഈ അസുരന്മാരവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, സുന്ദോപസുന്ദന്മാർ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മഹാമുനിമാർക്ക് ഭയങ്കരമായിട്ടുള്ള കരുണയുണ്ടായി. ചില മഹാമുനിമാര് അദൃശ്യരായിട്ടിരിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർ അദൃശ്യരായിട്ട് ഇരുന്നെങ്കിലും ഈ മായാവികളായിട്ടുള്ള മായാവിദ്യയും ഒക്കെ പരമായിട്ട് കിട്ടിയിട്ടുള്ള ഈ സുന്ദോപസുന്ദന്മാര് അവരെ പല രൂപങ്ങൾ എടുത്തുപോയി അവരെയും കൂടെ വധിച്ചു എന്നാണ്. ഇങ്ങനെ പൂർണ്ണമായിട്ടും അധർമ്മം അതിശക്തമായിട്ടുള്ള രീതിയിൽ ഭൂമിയിൽ അങ്ങോട്ട് നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ സമയത്ത് കരുണാനിധികളായിട്ടുള്ള വലിയ താപസന്മാരെല്ലാവരും കൂടി ബ്രഹ്മലോകത്തേക്ക് ചെന്നു, സത്യലോകത്തേക്ക് ചെന്നു. സത്യലോകത്തേക്ക് മാത്രം പക്ഷേ അവിടെ അധർമ്മികൾക്ക് ഒരിക്കലും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ അവിടെ ആ സമയത്ത് അവർ ചെന്ന സമയത്ത് എല്ലാ ഋഷിമാരും അവിടെ ഉണ്ടായിരുന്നു. ബാലഖില്യന്മാരുണ്ടായിരുന്നു, ശിവഭഗവാൻ ഉണ്ടായിരുന്നു, ഇന്ദ്രൻ ഉണ്ടായിരുന്നു, വരുണനും അഗ്നിയും, അങ്ങനെ എല്ലാ ദേവതകളും ബ്രഹ്മാവിൻ്റെയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം ഇവര് ചെന്നിട്ട് സുന്ദോപസുന്ദന്മാരുടെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു. ഭഗവാനെ, ഭൂമിയിലെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അവനെ ഇവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ ഭൂമിയിൽ അധർമ്മം വന്നും ഭൂമി മുഴുവൻ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടുപിടിക്കണമെന്ന് ഈ ദേവതമാരും അതോടൊപ്പം തന്നെ ഈ സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാവരും കൂടി ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. അപ്പൊ ബ്രഹ്മാവ് കുറച്ചു നേരം ചിന്തിച്ചിരുന്നു. അതിനുശേഷം വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയെന്നാണ്. വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ആരുടെ ഉള്ളിലെങ്കിലും കാമത്തിന്റെ മതം പൊട്ടുന്ന ഒരു രൂപത്തിലുള്ള സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ നീ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് അദ്ദേഹത്തിന് വിശ്വകർമാവിന് കാര്യം മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. അങ്ങനെ വിശ്വകർമാവ് ലോകത്തിലുള്ള 3 ലോകത്തിലുള്ള ചരാചരങ്ങളിലുള്ള മുഴുവൻ സൗന്ദര്യത്തെയും അദ്ദേഹം സന്നിവേശിപ്പിച്ചെടുത്തിട്ട് അതുകൊണ്ട് ഒരു സ്ത്രീരൂപം ഉണ്ടാക്കി. അതിനോടൊപ്പം തന്നെ ലോകത്തിലുള്ള മുഴുവൻ രത്നങ്ങളുടെയും മനോഹാരിത അതിലെ അംശങ്ങളായിട്ടെടുത്ത് ചേർത്ത് ഒരു മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയെ അവിടെ നിർമ്മിച്ചു എന്നാണ്. അങ്ങനെ തിലമായി, അതായത് അംശമായിട്ട് രത്നങ്ങളിൽ നിന്നൊക്കെ തിലമായിട്ട് മനോഹാരിത എടുത്ത് നിർമ്മിച്ചത് കൊണ്ട് അവൾക്ക് തിലോത്തമ എന്നുള്ള പേരാണ് കൊടുത്തത്. അപ്പൊ തിലോത്തമ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിട്ട് മാറി. സൗന്ദര്യമല്ലാത്ത ഒരു ചെറിയൊരു അംശം പോലും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. അത്രയും മനോഹരയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇതുവരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെ ഹൃദയവും കരളും അവള് കളർന്നു. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേ അവിടെ കൂടിയിരുന്നിട്ടുള്ള എല്ലാവരുടെയും മനസ്സ് പൂർണ്ണമായിട്ടും ചലിച്ചു. ഇവളിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റാതെ എല്ലാവരും നോക്കിയിരുന്നു പോയി. ശിവഭഗവാനും പരമേശ്വരനും ദേവേന്ദ്രനും മാത്രം ധൈര്യം വെച്ചിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇവളുടെ സൗന്ദര്യം സഹിക്കാൻ വയ്യാതെ കണ്ണടച്ചിരുന്നു പോയി എന്നാണ്. അങ്ങനെ തന്റെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിനോട് തിലോത്തമ്മ ചോദിച്ചു, എന്നെ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, നീ ഇങ്ങനെ സുന്ദോപസുന്ദന്മാരെന്നും പറഞ്ഞുകൊണ്ട് ഒരു അസുരന്മാരുണ്ട്, നീ അവരുടെ ഇടയിലേക്ക് പോയിട്ട് അവരുടെ ഇടയിൽ ഛിദ്രമുണ്ടാക്കണം, എന്നിട്ട് അവർ പരസ്പരം വധിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നീ നിന്റെ സൗന്ദര്യം ഉപയോഗിച്ചിട്ട്, നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ഉപയോഗിച്ചിട്ട് അവരെ മയക്കി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിന്റെ അനുഗ്രഹം വാങ്ങി അവിടെ ഇരിക്കുന്ന എല്ലാ ഋഷീശ്വരന്മാരെയും ശിവഭഗവാനെയും ബ്രഹ്മാവിനെ ഇന്ദ്രനെയും എല്ലാം ഇവള് വലം വെച്ചു എന്നാണ്. വലം വെച്ച സമയത്ത് ഇവരുടെ മുമ്പിലൂടെ പോയ സമയത്ത് ശിവഭഗവാനും ഇന്ദ്രനും മാത്രമാണ് കണ്ണു തുറന്ന് നോക്കിയത്. ആ സമയത്ത് ശിവഭഗവാന്റെ വലതുവശത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേ ശിവഭഗവാൻ തല തിരിച്ചില്ല, പകരം അവിടെ ഒരു തല ഉണ്ടായി വന്നു എന്നാണ്. പുറകിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ
ഭഗവാന്റെ പുറകിൽ ഒരു തലയുണ്ടായി, ഇടതുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇടതുഭാഗത്തും ഒരു തലയുണ്ടായി. തിലോത്തമയുടെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ടെന്നാണ്. അങ്ങനെ ശിവൻ നാൽമുഖനായിട്ട് മാറി, 4 മുഖങ്ങളുള്ള ആളായിട്ട് അങ്ങനെയാണ് ശിവൻ മാറിയെന്നാണ്, തിലോത്തമയുടെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇദ്ദേഹത്തിന് ഇന്ദ്രന് സംഭവിച്ചത് ഇവളുടെ സൗന്ദര്യം പൂർണ്ണമായിട്ടും കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് 1000 കണ്ണുകൾ ശരീരത്തുണ്ടായെന്നാണ്. അങ്ങനെ സഹസ്രാക്ഷൻ എന്നുള്ള ഒരു പേരും കൂടി ഇന്ദ്രനുണ്ടായി. അങ്ങനെ അത്രയും ലോകത്തിലെ ഏറ്റവും സൗന്ദര്യവതിയായിട്ടുള്ള തിലോത്തമ അങ്ങനെ ഭൂമിയിലേക്ക് ചെന്നു. സുന്ദോപസുന്ദന്മാരുടെ അടുത്തേക്ക് അവള് യാത്രയായി. പിന്നീട് എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. നമസ്കാരം. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.